കുറച്ച് വെള്ളം കൊണ്ടുവരൂ. നീ എന്താ തിരയുന്നത്? ഞാൻ എൻ്റെ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. നീ വെള്ളിയാഴ്ച ഫ്രീ ആണോ? അയ്യോ, ഞാനത് ശ്രദ്ധിച്ചില്ല. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇതുപോലെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന 10 സെൻറ്റൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ 2 പാർട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇസെൻഷ്യൽ സെൻറ്റൻസസ് ഇൻ ഡെയിലി ലൈഫ് എന്ന പേരിലെ ഒരു പ്ലേ ലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അവിടെയും കിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. നീ വെള്ളിയാഴ്ച ഫ്രീ ആണോ? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ആർ യു ഫ്രീ ഓൺ ഫ്രൈഡേ? എങ്ങനെയാണ്? ആർ യു ഫ്രീ ഓൺ ഫ്രൈഡേ? നീ വെള്ളിയാഴ്ച ഫ്രീ ആണോ? ഇനി ഇവിടെ ഫ്രൈഡേ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ടുമാറോ എന്നാക്കിയാലോ? അതെങ്ങനെ വരും? ആർ യു ഫ്രീ ടുമാറോ? അവിടെ ഓൺ വേണ്ട. ആർ യു ഫ്രീ ടുമാറോ? നീ നാളെ ഫ്രീ ആണോ? ഇനി നാളെ എന്നുള്ളത് മാറ്റിയിട്ട് അടുത്ത ആഴ്ച എന്നാക്കാം. ആർ യു ഫ്രീ നെക്സ്റ്റ് വീക്ക്? നീ അടുത്ത ആഴ്ച ഫ്രീ ആണോ? ഇനി ഇവിടെ യു എന്ന സബ്ജക്റ്റ് മാറ്റി ഹി എന്ന സബ്ജക്റ്റ് ആക്കി നോക്കിയാലോ? അവന് വെള്ളിയാഴ്ച ഫ്രീ ആണോ? എങ്ങനെ പറയാം? ഈസ് ഹി ഫ്രീ ഓൺ ഫ്രൈഡേ? അവന് വെള്ളിയാഴ്ച ഫ്രീ ആണോ? ഇനി അവന് നാളെ ഫ്രീ ആണോ? എങ്ങനെ ചോദിക്കാം? ഈസ് ഹി ഫ്രീ ടുമോറോ? അവന് നാളെ ഫ്രീ ആണോ? ഇനി അടുത്ത സെൻറ്റൻസ്, ഞാനത് ശ്രദ്ധിച്ചില്ല. എങ്ങനെ പറയാം? ഐ ഡിഡിൻറ്റ് നോട്ടീസ് ദാറ്റ്. ഐ ഡിഡിൻറ്റ് നോട്ടീസ് ദാറ്റ്. ഞാനത് ശ്രദ്ധിച്ചില്ല. നോട്ടീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഐ ഡിഡിൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചില്ല. ദാറ്റ്, അത്. ഇനി ഇവിടെ നോട്ടീസ് എന്ന വാക്ക് മാറ്റി വേറെ വാക്ക് ഉപയോഗിച്ച് നോക്കാം. ഞാനത് കണ്ടില്ല. എങ്ങനെ പറയാം? ഐ ഡിഡിൻറ്റ് സീ ദാറ്റ്. ഞാനത് കണ്ടില്ല. ഇനി ഞാനത് ചെയ്തില്ല. എങ്ങനെ പറയും? ഐ ഡിഡിൻറ്റ് ഡു ദാറ്റ്. ഞാനത് ചെയ്തില്ല. ഇനി ഞാനത് വാങ്ങിയില്ല. എങ്ങനെ പറയാം? ഐ ഡിഡിൻറ്റ് ബൈ ദാറ്റ്. ഐ ഡിഡിൻറ്റ് ബൈ ദാറ്റ്. ഞാനത് വാങ്ങിയില്ല. ഇനി അടുത്ത സെൻറ്റൻസ്, അവൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എങ്ങനെ പറയാം? ഹി ഹാസ് ജസ്റ്റ് ഗോട്ട് ഹിയർ. അവൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ. ഹി ഹാസ് ജസ്റ്റ് ഗോട്ട് ഹിയർ. അവൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ ചോദിക്കാം? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഇനി ഇവിടെ ഹിയർ എന്നുള്ളത് മാറ്റിയിട്ട് ദെയർ എന്നാക്കി നോക്കാം. വാട്ട് ആർ യു ഡൂയിങ് ദെയർ? നീ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ, ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ. ഇനി അവൻ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് ഹി ഡൂയിങ് ഹിയർ? വാട്ട് ഈസ് ഹി ഡൂയിങ് ഹിയർ? അവൻ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി ഞാനൊരു പുതിയ ഫോൺ വാങ്ങി. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ബോട്ട് എ ന്യൂ ഫോൺ. ഐ ബോട്ട് എ ന്യൂ ഫോൺ. ഞാനൊരു പുതിയ ഫോൺ വാങ്ങി. ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങി. ബൈ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫോം ആണ് ബോട്ട്. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക, ബോട്ട് വാങ്ങി. ഇനി എൻ്റെ അച്ഛൻ പുതിയൊരു ബൈക്ക് വാങ്ങി. എങ്ങനെ പറയാം? മൈ ഫാദർ ബോട്ട് എ ന്യൂ ബൈക്ക്. മൈ ഫാദർ ബോട്ട് എ ന്യൂ ബൈക്ക്. എൻ്റെ അച്ഛൻ പുതിയൊരു ബൈക്ക് വാങ്ങി. ഇനി അടുത്തത്, ആരുടെ കല്യാണമാണ്? എങ്ങനെ ചോദിക്കാം? ഹൂ ഹീസ് ഗെറ്റിംഗ് മാരീഡ്? ഹൂ ഹീസ് ഗെറ്റിംഗ് മാരീഡ്? ആരുടെ കല്യാണമാണ്? ഹു എന്ന് പറഞ്ഞാൽ ആര്. ഇനി അടുത്തത്, അത് ചെയ്യാൻ എനിക്ക് സന്തോഷമാണ്. എങ്ങനെ പറയാം? ഐ ആം ഹാപ്പി ടു ഡു ദാറ്റ്. ഐ ആം ഹാപ്പി ടു ഡു ദാറ്റ്. അത് ചെയ്യാൻ എനിക്ക് സന്തോഷമാണ്. ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. ടു ഡു ദാറ്റ്, അത് ചെയ്യാൻ. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക. ടു ഡു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ. ദാറ്റ്, അത്. ഇനി അത് ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമാണ്. എങ്ങനെ പറയാം? വി ആർ ഹാപ്പി ടു ഡു ദാറ്റ്. വി ആർ ഹാപ്പി ടു ഡു ദാറ്റ്. അത് ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇനി അടുത്തത്, എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവാ. എങ്ങനെ പറയാം? ഗെറ്റ് മീ സം വാട്ടർ. ഗെറ്റ് മീ സം വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവാ. സം എന്ന് പറഞ്ഞാൽ കുറച്ച്, വാട്ടർ വെള്ളം. ഇനി വാട്ടർ എന്നുള്ളത് മാറ്റിയിട്ട് എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവാ. എങ്ങനെ പറയാം? ഗെറ്റ് മീ സം ഫ്രൂട്ട്സ്. ഇനി എനിക്ക് ഇന്നത്തെ പത്രം കൊണ്ടുവാ. എങ്ങനെ പറയാം? ഗെറ്റ് മീ ടുഡേസ് ന്യൂസ് പേപ്പർ. നീ എന്താണ് തിരയുന്നത്? എങ്ങനെ ചോദിക്കാം? വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? നീ എന്താണ് തിരയുന്നത്? ഇനി അവൾ എന്താണ് തിരയുന്നത്? എങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് ഷീ ലുക്കിംഗ് ഫോർ? വാട്ട് ഈസ് ഷീ ലുക്കിംഗ് ഫോർ? അവൾ എന്താണ് തിരയുന്നത്? ഇനി അടുത്തത്, ഞാൻ എൻ്റെ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. എങ്ങനെ പറയാം? ലെറ്റ് മീ ആസ്ക് മൈ ഫാദർ. ലെറ്റ് മീ ആസ്ക് മൈ ഫാദർ. ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക. ഈ സെൻറ്റൻസുകളെല്ലാം നന്നായി പഠിച്ച് നിങ്ങളുടെ സംഭാഷണത്തിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.